ഹലോ, ബ്രേവ് എന്ന് പറയുന്ന മൂവി എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ വർഷം മുൻപേ കണ്ടതാണ്. ഒരു കാലത്ത് ഫുൾ ആനിമേഷൻ മൂവീസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഇന്ന് ആ മൂവിയിലുള്ളൊരു സ്ഥലത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സ്റ്റോൺ ഹെഞ്ച് എന്നാണ് കേട്ടോ പറയുക. എൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോന്ന് അറിയില്ല. മൊത്തത്തിൽ അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല അടിപൊളി ദിവസമായിരുന്നു എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നല്ല ചൂടായിരുന്നു കേട്ടോ. പിന്നെ വരണ വഴിക്ക് നല്ല നല്ല കാഴ്ചകളായിരുന്നു. കടുക് പാടത്തിൻ്റെ അടുത്ത് കൂടെ പോണൊരു എഫക്റ്റൊക്കെ ആയിരുന്നു. ഫുൾ പൂക്കളാണ് കേട്ടോ, മഞ്ഞ കളറിൽ. നേരത്തെ ക്ലിപ്പിൽ കണ്ടില്ലേ അത്. പിന്നെ ഞാനും കുഞ്ഞിനൊക്കെ ഇരുന്നിട്ട് കുറച്ച് എന്താ പറയുക എസ്തെറ്റിക് ആയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകാം, അല്ലെങ്കിൽ നടന്നും പോവാം. ടിക്കറ്റ് എടുത്തിട്ട് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ബസ്സിലാണ് കേട്ടോ പോവുക, അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകണം ഫ്രീ ആയിട്ട്. പിന്നെ അതിൻ്റെ അടുത്ത് പോയി കാണാൻ പറ്റില്ല. അങ്ങോട്ട് പോണതിന് മുന്നേ കുറച്ച് കുടിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ അകത്തൊക്കെ കയറി പണ്ടത്തെ ആൾക്കാർ എങ്ങനെയാണ് അവിടെ ഇരുന്നതെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളിവിടുന്ന് സ്റ്റോൺ ഹെഞ്ച് കാണാൻ പോവാണ് കേട്ടോ. ആദ്യമൊക്കെ നല്ല ആവേശമായിരുന്നു എല്ലാവർക്കും. പിന്നെ അതാണ് ഞാൻ പറഞ്ഞ ബസ്സിലാണെങ്കിൽ നമുക്ക് നേരെ പോയി അടുത്തിറങ്ങാം. ടിക്കറ്റ് എടുത്താൽ അടുത്ത് കാണാൻ പറ്റും. ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ കുറച്ച് വിട്ട് നിന്നിട്ടേ കാണാൻ പറ്റില്ല. അങ്ങനെയാണ് സംഭവം. ഇതുവരെ കാണാത്ത ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. എവിടെ നോക്കിയാലും ഫുൾ ഇങ്ങനെ കടൽ പോലെ പച്ച കളറിൽ പച്ച വിരിച്ച എന്താ പറയുക പുൽമേടയാണ് കേട്ടോ കാണാം. പിന്നെ ഇടയിൽ ഓരോ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഞങ്ങൾ ഓരോരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി ഈ സ്റ്റോൺ ഹെഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 3000 to 2000 BC ടൈമിലാണിത് ബിൽഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ചൂടത്ത് കുറച്ച് ദൂരം നടന്നപ്പോഴേക്കും തന്നെ എല്ലാവരും ക്ഷീണിച്ചിരുന്നു. എന്താ പറയുക, ഇറങ്ങി തിരിച്ചുവല്ലോ, ഇനിയിപ്പോൾ വേറെ വഴിയില്ല, നടക്കുക തന്നെയെന്ന് പറഞ്ഞിട്ട് നടന്നു. എവിടെ നോക്കിയാലും പലതരത്തിലുള്ള പച്ചക്കളറാണ് കേട്ടോ. ഫുൾ ഓഫ് പച്ചപ്പ്, നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഈ കല്ലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 സ്റ്റോൺസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വലിയ വലിയ കല്ലുകൾ സാഴ്സൻ സ്റ്റോൺസും കുഞ്ഞു കുഞ്ഞു കല്ലുകളെ ബ്ലൂ സ്റ്റോൺസ് എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ കല്ല് 25 ടണ്ണ് വെയിറ്റ് ഉണ്ടെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. ഈ വെയിലത്ത് നിന്ന് ഒരാൾ പാവം നല്ല ഭംഗിയുള്ള ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സമ്മർ സമയത്തും വിൻ്റർ സോൾസ്റ്റിസ് സമയത്തൊക്കെ ഇതിന് എന്തൊക്കെയോ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഈ കല്ലുകളുടെ പുറകിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ചിലപ്പോൾ ആസ്ട്രോണമി ആവാം, അല്ലെങ്കിൽ വല്ല ബറിയൽസും കാര്യങ്ങളാവാം എന്നുള്ള പല റീസൺസും ഉണ്ട് കേട്ടോ. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എല്ലാവരും ക്ഷണിച്ച് റെസ്റ്റ് എടുത്തപ്പോഴേക്കും ഒരാൾ ഫുള്ള് മൂടാണ്, മണ്ണൊക്കെ വാരി മണ്ണപ്പം ചുട്ട് കളിക്കുകയാണ്. അവനിവിടെ വേറെ എവിടെയും മണ്ണ് വരാൻ കിട്ടില്ലല്ലോ, അപ്പം ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. അവനങ്ങനെ തിരിച്ചു വന്നപ്പോഴൊക്കെ നല്ല ആക്റ്റീവൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തൊക്കെ വരാൻ തുടങ്ങിയ ആൾക്ക് എല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടൊന്ന് ഷോ കാണിക്കാൻ തോന്നിയത്. അങ്ങനെ ഞങ്ങൾ ക്ഷീണിച്ച അവശരായി തിരിച്ച് വരുമ്പോൾ അധികം വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല. വീടെത്തിയപ്പോൾ ഒരാളെ പറഞ്ഞാലുണ്ടായിരുന്നു. ഇത് ഏകദേശം 4 മാസം മുന്നത്തെ വീഡിയോ കേട്ടോ. അടുത്ത പറഞ്ഞാൽ ആവാരായി. അപ്പോൾ ബാക്കി നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.